ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ കണ്ണിൽ പെടും. എന്നാലും എല്ലാവർക്കും എല്ലാ കാലത്തും ഇഷ്ടമുള്ള സാധനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ബിസ്ക്കറ്റ്സ്, റൈറ്റ്? അതിപ്പോൾ നല്ല പ്രായമുള്ള ആൾക്കാർ പോലും ദിവസം ഒരു ചായ കുടിക്കുമ്പം ഒരു കഷ്ണം ബിസ്ക്കറ്റെങ്കിലും അതിനോടൊപ്പം കഴിക്കണം എന്ന് നിർബന്ധമുള്ളവർ, അങ്ങനെയും ആൾക്കാരുണ്ട്. ഇനി കുഞ്ഞിക്കാലം മുതൽ തന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഓഫ് ബിസ്ക്കറ്റ്സിനോട് അഡിക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയും ഉണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒത്തിരി ബ്രാൻഡ് ഓഫ് ബിസ്ക്കറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഓർമ്മയിലുള്ളത് പാർലെ-ജി, പിന്നെ ബ്രിട്ടാനിയ, ടൈഗർ, അങ്ങനെ വളരെ കുറച്ച് ബ്രാൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബിസ്ക്കറ്റ് ഇരിക്കുന്ന ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്തോരം ടൈപ്പ് ആൻഡ് ബ്രാൻഡ്സ് ഓഫ് ബിസ്ക്കറ്റ്സ് ആണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. അതിൽ തന്നെ ക്രീം ഉള്ളത്, ക്രീം ഇല്ലാത്തത്, ക്രീമിനാൽ ഫുൾ കോട്ട് ചെയ്യപ്പെട്ടത്, ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ്, സോ മെനി വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ്സ്, റൈറ്റ്? പക്ഷേ ഇന്നും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്രാൻഡ് ഓഫ് ബിസ്ക്കറ്റാണ് പാർലെ-ജി. എന്തുകൊണ്ടാണ്? അന്നും ഇന്നും ആ കവറും പാക്കേജും ഒക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. ഏതാണ്ടല്ല, ഒരേപോലെ തന്നെയാണ്. മഞ്ഞയും ചുമപ്പും ഓർമ്മയില്ലേ? ഈ പാർലെ-ജി എന്ന് പറയുന്ന ബിസ്ക്കറ്റിന്റെ വിലയും അത്ര കണ്ടങ്ങ് കൂടിയിട്ടൊന്നുമില്ല. എങ്ങനെയാണ് ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഒരു ബ്രാൻഡ് ഓഫ് ബിസ്ക്കറ്റ് ഇങ്ങനെ നിലനിർന്നു പോകുന്നത്? അതും ആൾക്കാരുടെ മനസ്സിൽ ഇത്രയും ഒരു നമ്മൾ പറയില്ലേ ചിരപ്രതിഷ്ഠ നേടിയതുപോലെയുള്ള ഒരു ബ്രാൻഡ് ഓഫ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പെൺകുട്ടിയുടെ മുഖം ഓടിയെത്തുന്നില്ലേ? ആ ബിസ്ക്കറ്റിന്റെ കവറിലുള്ള ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു പെൺകുട്ടിയുടെ ചിത്രം. ഇങ്ങനെ ആ പാർലെ-ജി എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിലനിർന്നു പോകുന്നതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് ഈ ബ്രാൻഡ് എങ്ങനെ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം. ഇത് ബാക്ക് ഇൻ 1929 ആണ് കഥ തുടങ്ങുന്നത്. ഓക്കെ, അത്രയും വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാൽ എന്ന് പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർലെ-ജി എന്ന് പറയുന്ന ബ്രാൻഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് കാരണക്കാരനായത്. അന്നത്തെ കാലത്ത് സ്വദേശി മൂവ്മെന്റ് കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും, അതിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ടിൽ നിന്ന് ഒരു കൺഫെക്ഷണറി ബിസിനസ് ലൈനിലേക്ക് ഇറങ്ങാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അതിനു വേണ്ടിയിട്ട് പുള്ളി ജർമ്മനി പോയി ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, നോട്ട് ദ പോയിന്റ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിനു മുന്നേ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിക്കാൻ, അത് ഏറ്റവും നന്നായി എവിടെ നിന്നാണോ പഠിക്കാൻ സാധിക്കുന്നത് ആ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് ആൾക്കാർ അന്നേ പഠിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി പോകേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായി പോയിട്ട് നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അത് യൂസ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഒരു ബ്രാൻഡ് തുടങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബിസിനസ് ലൈൻ, ബ്രാൻഡ് പോട്ടെ, ഒരു ബിസിനസ് ലൈൻ തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആളുകൾ യാത്ര ചെയ്യുമായിരുന്നു. സോ ഇദ്ദേഹം യാത്ര ചെയ്തത് ജർമ്മനിയിലേക്കാണ്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചു പുള്ളി തിരിച്ചു വന്നു. എന്നിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓറഞ്ച് ക്യാൻഡീസിലാണ്. ഫൈൻ. എന്നിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം എടുത്തു അദ്ദേഹം ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ലൈൻ ഓഫ് ബിസിനസ്സിലേക്ക് പോകാൻ. കാരണം അന്നത്തെ കാലത്ത് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് വളരെ എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന സാധനമായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വില ഭയങ്കര വിലയല്ലേ. അപ്പോൾ ആ ഒരു പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനം വാങ്ങാനും അത് കഴിക്കാനും ഒക്കെ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്കിത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി സാധാരണക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ബിസ്ക്കറ്റ് എത്തിച്ചുകൂടായിരുന്നു. ആ തോട്ടിൽ നിന്നാണ് ശരിക്കും ഈ പാർലെ എന്ന് പറയുന്ന ബിസ്ക്കറ്റിൻ്റെ ബ്രാൻഡ് ജന്മം കൊള്ളുന്നത്. ആ സമയത്ത് ഇത് ഇറങ്ങിയപ്പോഴേ വില കുറവായിരുന്നത് കൊണ്ട് തന്നെ അന്ന് ഇന്ത്യക്കാർ മാത്രമൊന്നുമല്ല ആ ബിസ്ക്കറ്റ് കഴിച്ചത്. ബ്രിട്ടീഷ് ആർമി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ, അവരുടെയും പ്രിയപ്പെട്ട സാധനങ്ങളിൽ ഒന്നായിരുന്നു അന്നത്തെ കാലത്ത് ഈ പറയുന്ന ബിസ്ക്കറ്റ്. അന്നത്തെ ഈ ജി എന്തായിരുന്നു? ഗ്ലൂക്കോസ് ആയിരുന്നു. അപ്പോൾ ഒരു എനർജി നിങ്ങൾക്ക് വേഗം കിട്ടുന്ന, വിലക്കുറവിൽ കിട്ടുന്ന, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ലൈൻ ഓഫ് തോട്ട് ആയിരുന്നു ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ പാർലെ-ജി എന്ന് പറയുന്ന സാധനം എത്തിച്ചത്. പാർലെ ഗ്ലൂക്കോ ബിസ്ക്കറ്റുകളായിരുന്നു അത്. അങ്ങനെ കാലം കുറെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഈ വീറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന് വില കൂടി, മാർക്കറ്റിൽ അതിൻ്റെ കുറച്ചു കാലത്തേക്ക് ദൗർലഭ്യം വന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേനും ബിസ്ക്കറ്റിൻ്റെ ബിസിനസ് ബാധിക്കപ്പെട്ടു. അന്നേരം ഇദ്ദേഹം എന്തോ ചെയ്തു, എന്നാൽ പിന്നെ ഈ സാധനം ഒന്നും കിട്ടുന്നില്ലല്ലോ, കെട്ടിപ്പൂട്ടി വീട്ടിയിരിക്കാം എന്ന് വിചാരിച്ചില്ല. അപ്പോഴാണ് ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. ആ ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ബിസിനസ്സിൽ നിന്ന് അദ്ദേഹം മാർക്കറ്റിൽ എത്തിച്ച ഒരു തോട്ട് എന്ന് പറയുന്നത് ബാർലി കൊണ്ടുള്ള ബിസ്ക്കറ്റുകൾ. ആ ബിസ്ക്കറ്റുകൾ കുറച്ചു കാലത്തേക്ക് അദ്ദേഹം മാർക്കറ്റിൽ ഇറക്കി. ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം 1960 അപ്പോഴത്തേനും നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയില്ലേ. ആ ടൈം എത്തി നോക്കുമ്പോണ്ട് പാർലെ ഗ്ലൂക്കോ മാത്രമല്ല മറ്റ് പല ബ്രാൻഡുകളും ബിസ്ക്കറ്റ്സ് മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞു. ആ ബിസ്ക്കറ്റുകൾ എല്ലാവരും ഈ പറയുന്ന പോലെ മാർക്കറ്റിലേക്ക് ഇറക്കിയപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. ഈ ബ്രിട്ടാനിയയുടെ ഗ്ലൂക്കോ ബിസ്ക്കറ്റുകൾ ഉണ്ടല്ലോ, അതും ആ സമയത്ത് മാർക്കറ്റിൽ ഇറങ്ങാൻ തുടങ്ങി, പോപ്പുലർ ആകാൻ തുടങ്ങി.
അപ്പോൾ കോമ്പറ്റീഷൻ വന്നു. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളൊരു ലൈൻ ഓഫ് ബിസിനസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വേറെ ആരും തുടങ്ങത്തില്ല, ഞാനല്ലേ ആദ്യം തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ മാത്രമേ ഇവിടെ കാണുള്ളൂ. നെവർ. ഓക്കെ, ഏത് ബിസിനസ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാലും കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും നമ്മുടെ മുൻപിൽ ഉണ്ടാവും. പല ടൈപ്പ് ഓഫ്, ചിലപ്പോൾ നമ്മുടെ അതേപോലെ തന്നെ സാധനങ്ങൾ മാർക്കറ്റിലേക്ക് ആൾക്കാർ ഇറക്കാൻ ശ്രമിക്കും. അപ്പോഴൊക്കെ നമ്മൾ അത് സർവൈവ് ചെയ്യണം. വി ഹാവ് ടു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. അല്ലാതെ അവരെ എങ്ങനെ നശിപ്പിക്കാന്നല്ല നോക്കേണ്ടത്, അവരെക്കാളും മുകളിൽ എങ്ങനെ വളരാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേ കാര്യം തന്നെയാണ് ഇദ്ദേഹവും ചിന്തിച്ചത്. അതിനൊക്കെ മുകളിലേക്ക് എങ്ങനെ വളർന്ന് കയറാം എന്നുള്ള കാര്യത്തിലായിരുന്നു തോട്ട് വന്നത്. ഈ സമയത്തായിരുന്നു ആ ബിസ്ക്കറ്റിന്റെ മുകളിൽ നമ്മുടെ പെൺകുട്ടിയുടെ ചിത്രം വന്നത്. ഏത് പെൺകുട്ടി? നിങ്ങൾ ഇപ്പോഴും സ്ഥിരമായി ഒരു പക്ഷേ പാർലെ-ജി എന്ന ചിന്ത മനസ്സിലേക്ക് വന്നാൽ തന്നെ അതിന്റെ കവറിൽ കാണുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. അത് നമ്മുടെ ഇൻഫോസിസിലെ നാരായണമൂർത്തി സാറിന്റെ വൈഫ് സുധാമൂർത്തിയാണോ? ആണോ? ആ മാം ആണോ ആ ഫോട്ടോയിലുള്ളത്? അങ്ങനെ വിചാരിക്കണ്ടോ നിങ്ങൾ? അതൊരു വലിയ മിത്താണ് കേട്ടോ. ഒത്തിരി പേരുടെ ഇടയിൽ അങ്ങനെ ഒരു തോട്ട് ഉണ്ട്. പിന്നെ സുധാ മാം കുഞ്ഞിലുണ്ടായിരുന്ന ചിത്രമാണ് അതിൽ നമ്മൾ കാണുന്നത്. പക്ഷെ അതൊരു റോങ് തോട്ടാണ്, അതങ്ങനെ അല്ല. ആ സമയത്ത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അതിലുണ്ടായ നിയുക്തപ്പെട്ടിരുന്ന ആള് വരച്ചുണ്ടാക്കിയ ഒരു ചിത്രമാണിത്. അത് ആക്ച്വലായിട്ട് ഒരു പെൺകുട്ടി അങ്ങനെ ഉണ്ടായിരുന്നിട്ട് അവരെ അവിടെ കൊണ്ടിരുത്തിയിട്ട് അവരുടെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ അവരെ നോക്കി വരയ്ക്കുകയോ ചെയ്തതൊന്നുമല്ല. ബട്ട് ഒരാളുടെ മനസ്സിൽ നിന്ന് വന്നൊരു ചിത്രമാണ്. ആ ചിത്രത്തിൽ നിന്നായിരുന്നു ആ ഒരു ഇത് പിന്നീട് നിരന്തരമായിട്ട് പാർലെ-ജിയുടെ എല്ലാ കവറുകളിലേക്കും അത് വരികയും ചെയ്തത്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റിന്റെ മുകളിൽ ഒരു വ്യക്തിയുടെ ചിത്രമോ അല്ലെങ്കിൽ ഒരു മേ ബി ലൈക്ക് ഒരു ആനിമലിന്റെ ചിത്രമോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ വന്ന് അതിനെയാണ് ആ ബ്രാൻഡിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എങ്കിൽ ഈ സാധനങ്ങൾ നമ്മൾ എന്താ വിളിക്കുക? അതിനൊരു പേരുണ്ട്, അറിയോ? ആ പേരാണ് ബ്രാൻഡ് മാസ്കോട്ട്. ഓക്കെ, പാർലെ-ജിയുടെ ബ്രാൻഡ് മാസ്കോട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ആ പെൺകുട്ടിയുടെ ചിത്രം. ഇതുപോലെ ചില ബ്രാൻഡുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങൾ ഉണ്ടാവും. അതവിടെ നിൽക്കണം, നമുക്ക് പാർലെ-ജിയുടെ ബാക്കി കാര്യം പറയാം. പാർലെ-ജിയുടെ കാര്യത്തിൽ ജി എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു ബ്രാൻഡ് ചെയ്യപ്പെട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പാർലെ-ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ പറയും ജി മാനെ ജീനിയസ്, റൈറ്റ്? അത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞു. അപ്പൊ ഈ ജി ഗ്ലൂക്കോ എന്നുള്ളതിൽ നിന്ന് ജീനിയസിലേക്ക് മാറ്റപ്പെട്ടു. പക്ഷെ ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ ബിസ്ക്കറ്റ് എന്ന് ചിന്തിക്കുമ്പോഴത്തേനും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വരുന്ന ബ്രാൻഡുകളിൽ ഒന്ന് തന്നെയാണ് പാർലെ-ജി. ഇതിനകത്ത് വളരെ ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാവുന്ന ഒരു ഫാക്ട് എന്താണെന്നറിയോ? ഒരു ദിവസം പാർലെ-ജി ഏകദേശം 400 മില്യണോളം ബിസ്ക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പല ഫാക്ടറികളിലായിട്ട്. ചെറിയ നമ്പറാണോ അത്? ഇതിലെങ്കിലും കളിക്കെങ്കിലും പറയാറുണ്ട് ചന്ദ്രനിൽ പോയിട്ട് താഴേക്ക് വരാനുള്ള ദൂരം അത്രയും അടുക്കി വെക്കാനുള്ള ബിസ്ക്കറ്റ് കിട്ടും ഒരു ദിവസം ഇവരുണ്ടാക്കുന്ന സാധനം. നമ്മൾ മൊത്തത്തിൽ ഇവരുണ്ടാക്കുന്ന ബിസ്ക്കറ്റുകൾ കൂട്ടി വെച്ചാലെന്ന് അത്ര കണക്കിന് ബിസ്ക്കറ്റുകളാണ് പാർലെ-ജി മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഓക്കെ, സോ പാർലെ-ജിയുടെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത് ഒന്ന്, ഏത് ലൈൻ ഓഫ് ബിസിനസ്സിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നുവെങ്കിലും അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഓൺലൈൻ ആയാലും വേണ്ടില്ല, ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ ദയവ് ചെയ്ത് പോകാം. പക്ഷെ ഒന്നിനെക്കുറിച്ചും അറിയാതെ ഒന്നിലേക്കും ഇറങ്ങി കാല് വയ്ക്കരുത്. ഇനി ബിസിനസ്സുകൾ നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേനും കോമ്പറ്റീഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. അത് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം ആ കോമ്പറ്റീഷനെ എങ്ങനെ നമുക്ക് ഔട്ട് റൺ ചെയ്യാം. അതിൻ്റെ സ്ട്രാറ്റജീസ് ആയിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഇനി ബ്രാൻഡ് മാസ്കോട്ട് എന്ന് പറയുന്ന സാധനം, അതാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട എക്സസൈസ്. ഒന്ന് പോയിട്ട് ഗൂഗിളിൽ തപ്പി എന്താണ് ഈ ബ്രാൻഡ് മാസ്കോട്ട്സ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ തന്നെ എത്ര ബ്രാൻഡുകളുടെ ബ്രാൻഡ് മാസ്കോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വരുമെന്നറിയോ? നമ്മുടെ എയർ ഇന്ത്യയുടെ അമ്മാവൻ ഓർമ്മയുണ്ട? വോഡഫോണിന്റെ സൂസു, ഇതൊക്കെ മാസ്കോട്ട്സ് ആണ്. സോ ഒരു ബ്രാൻഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് ഒരു ബ്രാൻഡ് മാസ്കോട്ട് ഒരാളുടെ മനസ്സിലേക്ക് ഇറങ്ങി അങ്ങോട്ട് ചെല്ലണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ചില മാർക്കറ്റിംഗ് പ്രോസസ്സുകളും മറ്റും നടക്കാനുണ്ട്. ഈ ബ്രാൻഡ് മാസ്കറ്റിൻ്റെ ക്വിസുകളൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങും. ഇതുപോലെ മറ്റേതെങ്കിലും ഒരു ബ്രാൻഡിനെ കുറിച്ച്, ആ ബ്രാൻഡിൻ്റെ ജനനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കാനായി വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.